ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ഇന്നുണ്ടാക്കുന്ന കറികളൊക്കെ ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. ഒരു ചെറിയൊരു വ്ളോഗ്. ആദ്യം ഞാൻ വെണ്ടയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി വെണ്ടയ്ക്കയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഞാൻ ആദ്യം വഴട്ടുവാണ്. ഈ ഒരു പാകത്തിൽ വഴട്ടി ഇനി ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വേവാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞപ്പം ഇതിനകത്തോട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് ആവി കയറിയിട്ട് ഇങ്ങനെ എടുക്കും. വെണ്ടയ്ക്കൊക്കെ ഒരുപാട് വേവില്ല. അതുമല്ല എൻ്റെ കയ്യിലുള്ളത് നല്ല പിഞ്ച് വെണ്ടയ്ക്കയായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ അത് പെട്ടെന്നായി കിട്ടും. പിന്നെ ഇവിടെ ആർക്കും ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ടൈപ്പിലുള്ള തോരൻ ഇഷ്ടമല്ല, ഡ്രൈ ആയിട്ടുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഒരുപാട് മൊരിഞ്ഞും പോകത്തില്ല, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി വെള്ളമയം ഒന്ന് പോകുന്നിടം വരെ ഡ്രൈ ആക്കി എടുത്ത് ഇപ്പോൾ ശരിയായി. അടുത്തത് മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള അരപ്പ് ഞാനിവിടെ വേവിക്കുകയാണ്. ഇന്ന് നെമ്മീൻ ചൂരയാണ് കിട്ടിയേക്കുന്നത്. അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അരപ്പൊന്ന് തെളിച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനിടാം. അരപ്പ് നല്ല തിളച്ചിപ്പം ഇനി മീനിടാം. മീനെല്ലാം ഇട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ആദ്യം ഒരു 10 മിനിറ്റ് നല്ലപോലെ തിളപ്പിക്കണം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി വയ്ക്കാം. എന്നിട്ട് അത് കുറച്ചും കൂടെ നേരെ ഇരുന്ന് വേവട്ടെ. ചാറ് നല്ല കുറുകി വരുന്നതാണ് കണക്ക്. ഇപ്പം ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ട് ഞാൻ എടുക്കുവാണ്. ഇന്നെനിക്ക് കുറച്ച് മധുരക്കിഴങ്ങ് കൂടെ കിട്ടിയായിരുന്നു. അതും കൂടെ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കപ്പയല്ല, ഇത് മധുരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടറ്റോ. പിന്നെ ഇന്നലത്തെ കുറച്ച് പുളിശ്ശേരി ബാക്കിയുണ്ടായിരുന്നു. ഇത് പാലക്കും കൂടി ഇട്ട് വെച്ച പുളിശ്ശേരിയാണ്. പാലക്ക് ചീര നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇന്നത്തേക്ക് ഒഴിക്കാൻ അതും കൂടെയാണ് ഞാൻ എടുക്കുന്നത്. ചോറുമായിട്ടുണ്ട്, കുക്കറിൽ വെച്ചെടുത്തതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വിഭവങ്ങൾ. എല്ലാവർക്കും ഇതിഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീ യു, ബൈ ബൈ.